നമസ്കാരം. PDA ചാനലിൻ്റെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് PDA ചാനലിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂട് സ്വദേശി, അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ആനപ്പാറയിൽ താമസിക്കുന്ന ശ്രീ തങ്കപ്പൻ അവറുകളാണ്. 50 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമേള ട്രൂപ്പിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ശ്രീ തങ്കപ്പൻ അവറുകൾ. താങ്കൾക്ക് PDA ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദവമായ സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ താങ്കളുടെ കലാപ്രവർത്തനങ്ങൾ? പള്ളിക്കൂടത്ത് പാടുമായിരുന്നു. പാടി അവിടെ വിജയിച്ച് വന്നപ്പോൾ നാട്ടുകാർ നമ്മളെ എടുത്തങ്ങി. പിന്നെ അങ്ങനെയാണ് ഗാനമേള ട്രൂപ്പിൽ കയറിയത്. വസന്തകലാ നിലയത്ത് ഉൾപ്പാട്ടിനും പാടിക്കൊണ്ടിരുന്നു. ഈ വസന്തകല എന്ന് പറഞ്ഞാൽ അന്ന് എവിടെയാണ്? നെല്ലിമൂട്. എത്രാം ക്ലാസ് മുതലാണ് ഈ പാടാനായിട്ട് ഇങ്ങനെ കൂടുതലും? അത് 12 വയസ്സിൽ പാടാൻ തുടങ്ങി. സ്കൂളിലെ മാനേജർമാർ എന്നെ സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടുപോട്ട്. എവിടെ? നെല്ലിമുട്ടി തന്നെ? ഇല്ല, കാഞ്ഞിരംകുളത്ത്. സാറന്മാർ തന്നെ ചേർന്ന് സംഗീതം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഗാനമേളയ്ക്കും വിൽപ്പാട്ടിനും എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്നു. നാടകത്തിന് പോകും, അഭിനയിക്കാനും കൂടെ. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് 1-2 ഷോർട്ട് ഫിലിമുകളിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളാം, നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങളൊരു പാട്ടുകാരനാണെന്ന് അറിഞ്ഞിട്ട് അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു ഇതേപോലെ താങ്കളെ കൈപിടിച്ച് വേദിയിലേക്ക് കൊണ്ടുവരാൻ? ഞാൻ നെല്ലിമൂട് വസന്തകലാലയത്താണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഭാഗവതർ ഇന്ന് പാട്ട് പഠിപ്പിക്കുകയും ചെയ്യും. 4 കെട്ട ശ്രുതിക്ക് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പാടും. പിന്നെ അവിടെ നിന്ന് ഇങ്ങ് പോന്നു. പരിപാടിയെല്ലാം കുഴഞ്ഞു. പിന്നെ ഒടുവിൽ ഒരു ഹാർമോണിയം വാങ്ങിക്കാൻ പൈസ ഇല്ല നമ്മളതിൽ. അതോടെ ആ പാട്ട് നിന്ന്. അങ്ങനെ പിന്നെ ആരും അത് മേടിക്കാനായിട്ട് അന്ന് ആരും സഹായിച്ചിട്ടില്ല. ഇവിടെ വിൽപ്പാട്ടും നാടകവും അതുമായിട്ട് നടന്നു. ഏതെങ്കിലും ഒരു 4 വരി പ്രേക്ഷകർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പാടാൻ പറ്റുമോ? ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. ഇവിടെ ആനപ്പാറ വന്നതിന് ശേഷം ഇവിടെ എത്രത്തോളം വേദികൾ താങ്കൾ പങ്കിട്ടിട്ടുണ്ടാവും? അതിൻ്റെ കണക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇഷ്ടം പോലെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഗാനമേളയും നാടകം, വിൽപ്പാട്ട്. അന്നത്തെ സ്റ്റേജ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറാണ്. ഇപ്പോൾ ആളിനെ കാണാനില്ല. അതായത് നമുക്ക് സ്റ്റേജ് ബുക്ക് ചെയ്ത് നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി അവസരം ഒരുക്കി തരുന്നത് അല്ലേ? ഒരുക്കി തരുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല? ഉദ്ദേശം ഒരു എത്ര വർഷം? ഒരു 8-10 വർഷം വരും സാറിനെ കണ്ടിട്ട്. ഈ ഓരോ പ്രോഗ്രാം വരുമ്പോൾ അഡ്വാൻസ് വാങ്ങിച്ച് അങ്ങനെയാണ് ഈ സ്റ്റേജ് ഒരുക്കുന്നത്. അതായത് അന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് ബുക്ക് ചെയ്ത് നിങ്ങളടുത്ത് ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ട്, പോകണം എന്നൊക്കെ പറയുന്നതല്ലേ? അപ്പൊ അന്നത്തെ ആ ട്രൂപ്പില് എത്രത്തോളം ആൾക്കാർ അന്ന് ഒരു ട്രൂപ്പിലുണ്ടായിരിക്കും? ഇപ്പോഴും ഒരു 10-20 എണ്ണം ഉണ്ട്. 10-20 എണ്ണം. ഓർക്കസ്ട്ര ഒക്കെ കെട്ടിച്ചേർന്ന? ഇല്ല. ചിലടത്ത് പോകുമ്പോൾ വണ്ടി സൗകര്യം അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മളതിനെ നടന്ന് അങ്ങ് പോവുക. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കഥകളൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം ആ സാറിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സാറ് ശരിക്കും എവിടെയാണ് താമസിച്ചിരുന്നത്? ആയിക്കോണം എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളറട കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലം. വെള്ളറട കഴിഞ്ഞിട്ട് കൊല്ലക്കൊടി ഏറ്റത്ത് ആറാട്ടുകൾക്ക് വരുന്നില്ലേ റോഡ്? ആ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഏലാക്കരക്കൂട് റോഡ് കിടക്കുന്നു. അതിനങ്ങേറ്റം. നമ്മൾ ആറാട്ടുകുഴി കലുങ്കുനട ആ ഭാഗം എന്തോ ബേസ് ചെയ്തിട്ടാണ് വരുന്ന സ്ഥലമാണെന്ന്.
ഇപ്പോൾ നമ്മുടെ ഈ ആനപ്പാറയിലും നിങ്ങൾ ഒരുപാട് വേദികൾ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ? ആ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? പ്രവർത്തനം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്ന് പല നാടകത്തിനും ഞാൻ തന്നെ പാടണം. ഓ അങ്ങനെ. സ്റ്റേജിൽ നാടകം കളിക്കുമ്പോൾ നമ്മൾ പുറകെ നിന്ന് പാടുന്ന രീതി പണ്ട് അങ്ങനെയായിരുന്നല്ലേ? കൂടുതലും സ്റ്റേജിൽ തന്നെയാണ് ആള് സൈഡിൽ നിന്നിട്ട് പാടുന്നത്. അങ്ങനെ നാടകമായിരുന്നു. നാടകം നമ്മൾ സിനിമ പരയിൽ അഭിനയിച്ച്. ഏത് സിനിമ പരയില്? പിന്നെ വെള്ളറുടെ സിനിമ പരയില്. പിന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി. ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അതിന്റെ ഒപ്പം കലയും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പറയിൽ ഇവിടെ വന്ന് ഈ പാട്ടും പാടി ഈ ചുമടും ചുമന്ന് ജീവിതം കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. പിന്നെ അവിടെ നിന്ന് ഈ ഗാനമേളയും അത് ഇതൊക്കെ കൂടെ നടത്തിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിത മാർഗത്തിന് ഒരു തൊഴിൽ വേണം. ചുമടും ചുമന്നിട്ട് വന്നവിടെ ഗാനമേളയ്ക്ക് പോകും. ആ നെല്ലിമൂട്ടിൽ നിന്ന് പഠിച്ച ആ ഒരു കഴിവ് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ പോകുന്നത് ഗാനമേള ട്രൂപ്പിലേക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർമോണിയം സെറ്റ് മേടിക്കാൻ അങ്ങനെ ഒന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ ആനപ്പാറ സ്വദേശത്ത് വന്നിട്ടും സാധിച്ചിട്ടില്ല അതിലേക്ക് വേണ്ടിയിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഏതെങ്കിലും ഒരു പാട്ടുകൂടെ പാടാൻ. കരുണാലയ ദേവനവൻ വിശിക ലോകൈകനാഥനവൻ വിശിക ലോകൈകനാഥനവൻ പാരിലെ കന്മഷം മാറ്റാൻ പരമോന്നതൻ പരിഹരിയായി വന്ന ദേവനവൻ കരുണാലയ ദേവനവൻ മിശിക ലോകൈകനാഥനവൻ മിശിക ലോകൈകനാഥനവൻ മഹേശ്വരാ ദേവ ജീവദാതാവേ നീ വാഴണം എന്നുള്ളിൽ കരുണയോടെ മഹേശ്വരാ ദേവ ജീവദാതാവേ നീ വാഴണം എന്നുള്ളിൽ കരുണയോടെ താങ്ങും തണലും നീ കാവൽ വിളക്കും നീ ദർശനം വേറില്ലൊരാശ്രയം നീ കരുണാലയ ദേവനവൻ മിശിക ലോകൈകനാഥനവൻ മിശിക ലോകൈകനാഥനവൻ. നമുക്ക് വളരെയധികം നന്ദിയുണ്ട് PDA ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന്. PDA ചാനലിലെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9847384801 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ.